300 വാട്ട് അയൺ ബോക്സ് കൊണ്ട് ഇസ്ത്രി ഇടൽ നടക്കില്ല. ഓ ഈ നടക്കണ്ട, അവിടെ ഇരുന്നോ. അബുജിനാനെ അവിടെ ഇരുന്നോട്ടോ, നടക്കാതെ നീ നടക്കരുത്. ഒരു തട്ടിപ്പ് ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾ തട്ടിപ്പിന്റെ ചാനൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. 500 വാട്ട് 400 വാട്ടിലെ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്ന അയൺ ബോക്സ് മാർക്കറ്റിൽ അടുത്ത് പ്രതീക്ഷിക്കുക. ചൈന കാൻഡൻ ഫെയറിൽ സാധനം വന്നിട്ടുണ്ട്, ഞാൻ പോകണം, കിട്ടിയെങ്കിൽ സാമ്പിളേറ്റ് വരും. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടക്കുന്നത് നിങ്ങളെ പഴയ തിയറിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ തെറി അഭിഷേകം ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. 12 വോൾട്ടിലെ ഒരു DC അയൺ ബോക്സിന്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ട് ഫുള്ള് തട്ടിപ്പാണ്, ഉടായിപ്പാണ്. ഈ റമദാൻ മാസത്തിൽ ആൾക്കാർ വന്നിട്ട് ആരാ കമന്റ് ചെയ്ത് ഇട്ടുതരാം, അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടുതരാം. എന്താ പോലെ രോഗം എന്ന് എനിക്കറിയില്ല. 1000 വാട്ടാണ്, നടക്കൂല, ഇയാള് ഉടായിപ്പാണ്, ഇയാള് പൊട്ടനാണ്, ഇയാൾ അറിവില്ലാത്തവനാണ്, ഇയാള് മനുഷ്യന്മാരെ പറ്റിക്കുകയാണ്, എന്തൊക്കെ ഈ കമന്റുകളാണ് ഇട്ടിട്ട്. എന്താണ് ആ മനുഷ്യന്മാർക്ക് പറ്റിയറിയില്ല. ആ 12 വോൾട്ടിന്റെ അയൺ ബോക്സ് ആണ്. ഇത് എത്ര ആംബിയർ എത്ര വാട്ട്സ് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്റെ വീഡിയോയിൽ ഒരു തട്ടിപ്പും ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾ തട്ടിപ്പിന്റെ ചാനൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ബാറ്ററി വോൾട്ട് അളക്കാൻ പോകണം. നോക്കിക്കോളി, ഇതാ നോക്കിക്കോ, ബാറ്ററി വോൾട്ട് ഇപ്പം ലോഡിലാണ് കിടക്കുന്നത് കേട്ടോ. എത്രയാണ് നോക്കൂ, 13 പോയിന്റ് സംതിങ്. 12 വോൾട്ടിന്റെ ബാറ്ററിയാണ്, കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഓക്കെ ശരി. ഇനി ഇതിന്റെ ആംബിയർ ആണ് അളക്കാൻ പോകുന്നത്. ഇത് DC ഗ്ലാമ്പ് മീറ്റർ ആണ്. ഇത് DC ഗ്ലാമ്പ് മീറ്റർ. DCക്ക് ഗ്ലാമ്പ് മീറ്റർ ഇല്ലാതെ ചിലവർ പറയും കേട്ടോ. അതിൻ്റെ കുറ്റമല്ല, പണ്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ഉണ്ട്. നോക്കിക്കോളെ ആദ്യത്. ഓക്കെ, ഒരു മൈനസിലാണ്, പോയിന്റിൽ കിടക്കുന്നുണ്ട്. 8 ആംബിയർ, 8.4 ആംബിയർ ഉണ്ടോ? 8 ആംബിയർ, ഏകദേശം 8 × 8 9 കൂട്ടാം, 9 × 10 ഒരു 100 110 വാട്ട്സ് ചെയ്തെടുക്കുന്നുള്ളൂ. 150 ഇല്ല, അത്രേ ഇത് എടുക്കുന്നുള്ളൂ. മാക്സിമം 10 ആംബിയർ ആണ് അതിന്റെ കോയിൽ, 120 വാട്ട്സ് ആണ് അതിന്റെ കോയിൽ. ചെക്ക് ചെയ്തു, എല്ലാം പൊളിച്ചു, പരിശോധിച്ചു. ഇനി ആരൊക്കെ ഇതിവിടെ ഉണ്ടാക്കുന്ന നോക്കി. ചൈന ഉണ്ടാക്കി ആമസോണിൽ വിൽക്കുന്നുണ്ട്. 12 വോൾട്ട് 150 വാട്ടിന്റെ അയൺ എന്ന് പറഞ്ഞാൽ കിട്ടും. ഇന്ത്യയില് പിന്നെ ഓൺലൈനിലെ സൈറ്റിൽ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം, അവൈലബിൾ ആണ്. നിങ്ങൾ മേടിച്ചോളി, എനിക്ക് വേണ്ട, ഇത് എന്റെ പ്രൊഡക്റ്റ് അല്ല. ആരോ ഒരാൾ ഇന്ത്യയിൽ ഇതൊരു സാമ്പിൾ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്ന കോവിഡ് സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് 150 വാട്ട് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ തന്നുള്ളത്. ഓൺലൈനിൽ അടിച്ചാൽ കിട്ടും. ആരോ അതിനകത്ത് പറഞ്ഞു 1000 വാട്ട്സ് 100 ആംബിയർ, ഈ വയറൊന്നും പോരാ, ഇത് 1000 വാട്ടിന്റെ അതൊരു എമർജൻസി ആയിട്ട് അയൺ ചെയ്യുന്നതാണ്. ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, അപ്പൊ ഇത് ഓണാക്കി വെച്ചിട്ട് നോക്കാം. അതേ കുപ്പായം തന്നെ, ഒരു സെറ്റ് ചെയ്യാനും വലിയ കമ്പിളി പതപ്പൊന്നും ചിലപ്പം കഴിഞ്ഞോളന്നില്ല. ഇതാ എത്ര ചുളിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളാണ്, കണ്ടാൽ അറിയങ്ങൾക്ക് അല്ലേ? എന്താ ഇനി അല്പം വെള്ളം തന്നെ ആക്കിയിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് അല്ലേ? കുറച്ച് വെള്ളം തന്നെ ഇതിലേക്ക് ആക്കിയിട്ടാണ് കാണിക്കണത്. ഉണ്ടാ ആയിട്ടില്ല, എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട്. നല്ല ചൂടായിട്ടില്ല, എന്നാലും നോക്കുക. കാരണം ഇത് കുത്തി വെക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തെ കുത്തി വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് അധികം നമുക്ക് നഷ്ടപ്പെടും. 2 മിനിറ്റ് കൊണ്ട് തേക്കുന്നത് മെല്ലെ തേക്കാൻ പറ്റുള്ളൂ. സ്പീഡില്ല, എമർജൻസിക്കുള്ളതാണ് ഒരു ബാറ്ററിക്ക്. ഈ ബാറ്ററിക്ക് തന്നെ 3-4 മണിക്കൂർ വർക്ക് ചെയ്യും. ഇത് 50 ആംബിയറിന്റെ ബാറ്ററിയാണ്, 3-4 മണിക്കൂർ. സാധാ ഒരു 100 ആംബിയർ നിങ്ങളുടെ ഇൻവെർട്ടർ ബാറ്ററിയിൽ വർക്ക് ചെയ്യും. അതേപോലെ നമുക്കിതുപോലെ എമർജൻസി ആയിട്ട് കറണ്ട് ഇല്ലാത്തപ്പോൾ തേക്കാനാണല്ലോ, എല്ലാം കൂടെ എടുത്ത് തേക്കൂലല്ലോ, അതിനുള്ളതാണ്. അല്ലേലും എനിക്ക് തോന്നുന്നു ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അഥവാ ഞാൻ പറയാം, 2000 വാട്ട്സ് ഉള്ള എയർ കണ്ടീഷണർ ആയിരുന്നു ആദ്യം ഇറങ്ങിയത്. ടെക്നോളജി മാറി, 5-ൽ 1 4-ൽ 1 400 500 വാട്ട്സ് ആയി. ഇൻവെർട്ടർ AC ചെക്ക് ചെയ്തതാണ്. പണ്ട് 2000 ആയിരുന്നു. അതേപോലെ പിന്നെ ബൾബ് 100 വാട്ടിന്റെ ബൾബ് LED ബൾബ് 10 വാട്ട്സ് ആയി മാറി. വാഷിംഗ് മെഷീൻ അന്ന് 600 800 ഉണ്ടായിരുന്നു. 300 വാട്ടിന്റെ ഇൻവെർട്ടർ വാഷിംഗ് മെഷീൻ വന്നു. ഫാന് 80 90 100 ഇൻവെർട്ടർ BLDC ഫാനുകൾ 25 30 വാട്ട്സിലേക്ക് എത്തി. ഫ്രിഡ്ജ് അന്ന് 400 വാട്ട്സിന്റെ ഫ്രിഡ്ജ് 100 വാട്ട്സിലേക്ക് വന്നു. ഒക്കെ 4-ൽ 1 കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇനി ഒരു അയൺ ബോക്സും DC ആക്കി അതിന്റെ കോയിലൊക്കെ മാറ്റം വരുത്തി. എന്തുകൊണ്ട് 100 200 വാട്ട്സിൽ അയൺ ബോക്സ് ഇറക്കിക്കൂടാ? ഇൻഡക്ഷൻ അയൺ ബോക്സ് മാർക്കറ്റിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗവിനെ പോലുള്ള അതേപോലത്തെ ഇൻഡക്ഷൻ അടുപ്പ് മീൻസ് ഇത് ക്യുക്കായിട്ട് ചൂടാവും. വളരെ കുറഞ്ഞ ഇതില് 500 വാട്ട് 400 വാട്ടിലെ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്ന അയൺ ബോക്സ് മാർക്കറ്റിൽ അടുത്ത് പ്രതീക്ഷിക്കുക. ചൈന കാൻഡൻ ഫെയറിൽ സാധനം വന്നിട്ടുണ്ട്, ഞാൻ പോവാണ്,
കിട്ടിയെങ്കിൽ സാമ്പിളേറ്റ് വരും. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടക്കുന്നത് നിങ്ങളെ പഴയ തിയറിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ തെറി അഭിഷേകം ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ നോമ്പും പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നുകാണ്ട് ഓരോ ഇത് കണ്ട പോരെ. മാഷാ അല്ലാ, 100 വാട്ട്സിൽ അയണോണ്ടാണ് ഈ ചെയ്യുന്നത്. 100 വാട്ട്സിൽ അയണോണ്ടാണല്ലോ ഈ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതാ ചെയ്യാത്ത ഭാഗം ചെയ്ത ഭാഗം കണ്ടില്ല നിങ്ങൾ. ഇത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതാ നോക്കിക്കോളെ, ഇതാ കണ്ടോ, ഇത് വെയിറ്റ്ലെസ് ആണ്. വെയിറ്റ്ലെസ് അയണ്. ഇത് കാണുമ്പോൾ ഒരു 1000 വാട്ട് 800 വാട്ടിന്റെ ബോഡിയൊക്കെ അതിനുണ്ട്. അതിൽ മാറ്റം വരുത്തി 150 വാട്ട്സിന്റെ DC കോയിൽ വെച്ചതാണ്. അപ്പൊ ഈ വയറ് മതി, ചെറിയ വയറ് മതി, 10 ആമ്പിയർ കൂടുതൽ എടുക്കുന്നില്ല. ഇനി നോക്കിക്കോളെ, നമ്മളവിടെ കിടക്ക് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അത് ആമ്പിയർ ഇങ്ങനെ ഒന്ന് കാണിക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഇതിൽ കൂടെ നോക്കിക്കോ, ഈ വയറ് മതി, ഈ പ്രോബിന്റെ വയറ് തന്നെ മതി. 10 ആമ്പിയറിന്റെ താഴെയല്ലേ കണ്ടത്? ഇതാ വെറും 10 നേരെ കൊടുക്കുകയാണ് ഇതില്. ബിസ്മില്ലാ, ഞാൻ ഒന്നെടുത്തു. സീരിയലായിട്ടാണ് കൊടുക്കല്. നോക്കിക്കോളെ, എത്ര വന്നത്? 10 ഇല്ല. 10 ഏറിയ 10. ഇതവിടെ നോക്കിക്കോളെ. ഇതാ ഇവിടെ ഇനി ഇങ്ങോട്ട് എടുത്തോ. ഞാൻ എൻ്റെ മൾട്ടിമീറ്ററിലാണ് വന്നിട്ടുള്ളത്. ഉണ്ടാ മാക്സിമം പോയാൽ അത് 10 ആമ്പിയർ. അപ്പോൾ 8 ചില്ല ആമ്പിയറാണ് എടുത്തിട്ടുള്ളത്. ഒരു മൾട്ടിമീറ്റർ കൂടി കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടുണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഇതാണ് ഈ ഒരു പൊരി കണ്ടാൽ അറിയാം. നോക്കുമ്പോൾ അങ്ങനെ അമിത പടപടാവൊന്നുമില്ല. ഉണ്ടാ ഈ ഒരു പൊരി ഉണ്ടാ സ്പാർക്കിങ് കണ്ടാൽ അറിയാം ഇത് ഓവർ ആമ്പിയർ ഒന്നുമില്ല എന്നുള്ളത്. കേട്ടോ, ഇങ്ങനെ നോക്കിക്കോളെ. കൊണ്ടുപോകാം DC ഗ്ലാമ്പോമീറ്റർ. എത്രയാണ്? 8.4. കാണില്ലേ? 8.4 അത്രേ എടുക്കുന്നുള്ളൂ. മാക്സിമം 9 ആമ്പിയർ. ഒരു 10 ആമ്പിയറാണ് പറഞ്ഞത്. 9 × 10 90 9 2 100 ചില്ലാം വാട്ട്സാണ് ഇപ്പോൾ ആകെ ഇതെടുക്കുന്നത്. കുറേ നേരമായി അങ്ങനെ കിടക്കുന്നത്. ഒരു 100 ചില്ലാം വാട്ട്സ് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് എടുത്താൽ എത്ര പെട്ടെന്ന് ഒരുപാട് നേരം നമുക്കിത് അയൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കറണ്ട് ലാഭിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഇൻവെർട്ടർ ടെക്നോളജിയുടെ അയൺ ബോക്സ് വരുന്നുണ്ട്, ഇൻഡക്ഷൻ ടെക്നോളജിയുടെ അയൺ ബോക്സ് വരുന്നുണ്ട്. ഇതിപ്പോ ഒരു DC സിമ്പിൾ ആണ്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോണത് നേരെ ഈ 12 വോൾട്ട് ഇവിടെ നിന്ന് എടുക്കുന്നതിന് പകരം ഒരു സോളാർ പാനൽ വെച്ചിട്ട് ഒരു കുഞ്ഞ് കൺവേർട്ടർ, ഒരു ബക്ക് ഡൗൺ കൺവേർട്ടറും വെക്കുക. ഒരു 10 ആമ്പിയറിന്റെ ബക്ക് ഡൗൺ കൺവേർട്ടറും ഒരു പാനലും ഒരു 200-250 വാട്ടിന്റെ ഒരു സോളാർ പാനലും വെച്ച് അയൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ അത് പ്രതീക്ഷിച്ചോടി. ഇതേ അയണന ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതൊന്നും 1000 വാട്ട്സ് അല്ല കേട്ടോ. എന്താ ഉഷാറായിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ കാനുള്ളത് തേക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊക്കെ ഇങ്ങനെ തേച്ച് കാണിച്ച ഇത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. സൂപ്പർ. അപ്പൊ നിങ്ങൾ ആ കമന്റുകൾ ഒന്ന് നോക്കിക്കോളി. ഏതായാലും അവരിട്ട കമന്റുകളൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോന്റെ കൂടെ ചേർത്തിട്ട് നിങ്ങളെ കാണിക്കാം. അവരുടെ രോഗം എന്താണ് നിങ്ങൾ തന്നെ മറുപടി കൊടുത്താൽ. സഹോദരങ്ങളെ, ഇതിലൊരു തട്ടിപ്പും ഇല്ല. 100 വാട്ട്സ് ആണ്. അടുത്തത് 24 വോൾട്ടില് ഇതേപോലെ ബാറ്ററി വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യുന്ന ഒരു അടുപ്പ് തന്നെയാണ്. ആയിട്ടുണ്ട്, റെഡിയാണ്. അടുത്ത വീഡിയോയിൽ ഇടും. അപ്പോഴും നിങ്ങൾ പറയും 2000 വാട്ട്സ് വേണം ഇത് പാചകം ചെയ്യാൻ, 200 വാട്ട്സിൽ പാചകം ചെയ്യാൻ പോലീസ് പിടിക്കുന്നൊക്കെ പറയും. പിടിക്കട്ടെ, ഇത് കാണാമല്ലോ. ഒരു പൊട്ടണ്ടാരെ കുരുവൊക്കെ ഫോട്ടോ ആയിട്ടുള്ള അല്ല, വലിയ ആൾ തന്നെയാണ് അല്ലേ. അബു ജിനാൻ പൊട്ടനായി അഭിനയിച്ചോ? നാട്ടുകാരെ മുഴുവനും പൊട്ടനാക്കരുത്. 1000 വാട്ട്സ് അയണിന് 12 വോൾട്ടിൽ 100 ആമ്പിയർ കറണ്ട് വേണം. ഗേജ് കൂടിയ വയറ് വേണം. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ 2 യൂണിറ്റ് കറണ്ട് വേണം. ഇവനാണ് തീരുമാനിക്കണം അതിന് 1000 വാട്ടാന്ന്. ആരാ അവനോട് അങ്ങനെ തീരുമാനിക്കാൻ പറഞ്ഞത്? ഇതാ വീണ്ടും അബു ജിനാൻ. മുനീർ സുലൈമാൻ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ കമൻറ്റ് കൊടുത്തുള്ളത്. അബു ജിനാൻ, ഇയാളുടെ ഫോളോവേഴ്സിൽ അധികവും ഇലക്ട്രിക്കൽ പ്രാഥമിക അറിവ് ഇല്ലാത്തവരാണ്. ഇദ്ദേഹം അതില്ലാത്തത് കൊണ്ടാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇതുപോലുള്ള
ഉഡായിപ്പുമായി വരുന്നത്. പല വികസിത രാജ്യങ്ങളിലും അപകടം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ലൈൻ 130 ജയിക്കുന്നതിന് അത് ആംബിയർ കൂടിയിട്ട്, ഇവിടെ ആംബിയർ കൂടിയിട്ടില്ലല്ലോ സഹോദര, ഇത് DC ആണ്, ഇത് ലോ വോൾട്ടാണ് കേട്ടോ. പിന്നെ വേറെ ഒരു ആൾ പറയുന്നുണ്ട്, ഷാനവാസ് പറയണ അബു സിനാനോട്, കോയിൽ വേറെയാണ് എന്നതിൽ പറയുന്നുണ്ട്. ശരിയാണ്, 150-നും 150-നും ഇടയിലുള്ള വാട്സ് ആണെന്നും പറയുന്നുണ്ട്. ആരാ പൊട്ടൻ? അത് ശരി, നിങ്ങൾക്ക് നമ്മളെ പ്രേക്ഷകർ തന്നെ മറുപടി തരുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഷാനവാസ്. അവർക്ക് എന്തോ ഒരു വല്ലാത്തൊരു വാശി പോലെയാണ് അവർ സംസാരിക്കുന്നത്. അതിന് മറുപടി കൊടുക്കപ്പന്നെ കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല. 300 വാട്ട് അയൺ ബോക്സ് കൊണ്ട് ഇസ്ത്രി ഇടൽ നടക്കില്ല. ഈ നടക്കണ്ട, അവിടെ ഇരുന്നോ. അബുജിനാനെ അവിടെ ഇരുന്നോട്ടോ, നടക്കാതെ നീ നടക്കരുത്. ഞാൻ നടക്കാതെ തന്നെ ഇടുന്നുണ്ട്. മാർക്കറ്റിൽ 1200 വാട്ട്സിൽ കൊണ്ട് അയൺ ബോക്സ് ആലോചിച്ചാൽ മതി. 1200 ആയിപ്പോട്ടെ, 1000 പോരോ എനിക്ക് സംഘടിപ്പിച്ച് പെട്ടു. ഇത് ഞാൻ പെട്ടതാണ്. എന്ത് പെടല്ലേ, ഇതൊരാൾ ഫ്രീ എന്നതല്ലേ, ഇവൻ്റെ രോഗം എന്താണാവും. സോളാറിൽ സാധാരണ ഇസ്തിരിപ്പെട്ടി വർക്ക് ചെയ്യും, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. DC ആക്കേണ്ട ആവശ്യമില്ല. സോളാറിൽ അതെ, സാധാരണ AC ഓടുന്ന സോളാർ ഇസ്തിരിപ്പെട്ടി തന്നെ DC ഓടും. ഞാൻ ഓടിച്ചിട്ടുണ്ട്, എത്രയോ വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്ലോക്കിൻ്റെ ബാറ്ററിയിൽ ഓടും. പിന്നെ എങ്ങനെ പൊട്ടത്തരം. അതിനുള്ള ചില ഓട്ടോ നോക്കിയാൽ AC കറണ്ടിൽ പ്രവർത്തിക്കുന്നതിന് ലാഭകരം, അല്ലെങ്കിൽ ചിരട്ട ഉപയോഗിച്ചാൽ മതി. പൊട്ടത്തരാണ് ഇതൊക്കെ. 300 വാട്ട്സിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ കമൻറ്റുകളാണ് ഉണ്ടോ. ഇയാൾ ഭൂലോക ഉടായ്പാണ്. ഇയാൾ കാണിക്കുന്നത് ഒന്നും ചെയ്യേണ്ട പൊട്ടൻ അല്ല, ഉടായ്പാണ്. ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ. കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എനിക്ക് കോമ്പറ്റീറ്റർ ഇല്ല. കാരണം എന്താ, ഞാൻ ചെയ്യുന്നത് പൊട്ടത്തരാണ്, മണ്ടത്തരാണ്. അത് ചെയ്യരുത്. എന്തെല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങൾ. നേരെ സോളാറിൽ നിന്ന് AC ഓടിച്ചു, പിന്നെ കുറഞ്ഞ വൈദ്യുതിയിൽ ഇൻവെർട്ടർ, പിന്നെ ഇസ്തിരിപ്പെട്ടി ഓടിച്ചു, കുറഞ്ഞ വൈദ്യുതിയിൽ വെള്ളം പമ്പ് ചെയ്യും. പണ്ടൊക്കെ 2000-1500 വാട്ട്സുള്ള മോട്ടോർ 400-600 വാട്ടിൽ BLDC ഓടിച്ചു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്നതല്ല, മാർക്കറ്റിലുള്ളതാണ്. ഒക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണ്. അതിൽ ചില വയർ ആണ്ട് കൊടുക്കും, ഇങ്ങോട്ടോട് കറണ്ടിലൊരു മാറ്റം, ചെറിയ മാറ്റങ്ങളെ വരുത്തണുള്ളൂ. ഇനിയും പരീക്ഷണം നടന്നുകൊണ്ടിരിക്കും. പവർ എങ്ങനെയൊക്കെ സേവ് ചെയ്യുക, എങ്ങനെയൊക്കെ കറണ്ട് ബില്ല് കുറയ്ക്കുക, അതിൻ്റെ പരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കും എൻ്റെ മരണം വരെ. സൗകര്യമുള്ളവർ മാത്രം നമ്മളെ വീഡിയോ കാണുക. എന്തെങ്കിലുമൊക്കെ പഠിക്കാണ്ടെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അല്ല, നിങ്ങൾ മിണ്ടാണ്ടിരിക്കരുത്, നിങ്ങൾ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കണം. അതാണ് എനിക്ക് റീച്ച് കൂടാനുള്ള ഏറ്റവും വലിയ കാരണം. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നോ, മറ്റുള്ള കമൻറ്റുകൾ ഇടുന്നോ, എനിക്ക് വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ സഹായിച്ച് തരുന്നുണ്ട്. താങ്ക്സ്. അതുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഈ ഉടായ്പ തുടർന്നുകൊണ്ടിരിക്കണം.